നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മംഗളൂരുവിനടുത്ത് ഉള്ളാൾ മദനി നഗറിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. പുലർച്ചെയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കാസർകോട്ട് പിടിയിലായ ഇബ്രാഹിം ഖലീൽ നിരവധി മാലമോഷണ കേസുകളിലെ പ്രതി. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പനിയോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ വയറിളക്കവും മഞ്ഞപ്പിത്തവും പടരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ചികിത്സ തേടിയെത്തിയത് 307 പേർ. പ്രൗഢിയുടെ നിറവിൽ കാസർഗോഡ് നീലേശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രക്കുളം. വിനീഷ് എന്ന യുവാവ് ഒറ്റയ്ക്ക് കുളം നിർമ്മിച്ചത് 1 വർഷമെടുത്ത്. ലോക ലഹരി വിരുദ്ധ ദിനാചരണം. ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വാഴ നട്ട് പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ. പടന്നക്കാട്ടാണ് വേറിട്ട പ്രതിഷേധമുണ്ടായത്. വാർത്തകൾ വിശദമായി. മംഗളൂരുവിനടുത്ത് ഉള്ളാൾ മദനി നഗറിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. മതിലിടിഞ്ഞ് വീണ് വീട് തകർന്ന് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണ മരണം. പുലർച്ചെ ഉള്ളാൾ മുന്നൂർ മദനി നഗറിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. റിഹാന മൻസിലിലെ യാസിർ, ഭാര്യ മറിയുമ്മ, മക്കളായ റിഹാന, റിഫാൻ എന്നിവരാണ് മരിച്ചത്. അയൽവാസിയായ അബൂബക്കറിന്റെ വീടിന്റെ മതിലാണ് യാസിറിന്റെ വീടിന് മുകളിലേക്ക് വീണത്. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കുടുംബം ഉറങ്ങുവാൻ കിടന്നതായിരുന്നു. രാത്രിയിൽ ശക്തമായ മഴയിൽ 2 മരങ്ങൾ വീടിന് മുകളിലേക്ക് പതിക്കുകയും മതിൽ ഇടിഞ്ഞു വീഴുകയുമായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് മാതാപിതാക്കളെയും പെൺമക്കളെയും മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത്. 3 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് കുടുംബത്തിലെ 4 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കുവാനായത്. 3 മൃതദേഹങ്ങൾ പ്രദേശവാസികളാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്തത്. അഗ്നിശമന സേന കൂടി പരിശ്രമിച്ചാണ് 2 മണിക്കൂറിന് ശേഷം 4ാമത്തെ മൃതദേഹം പുറത്തെടുത്തത്. കുടുംബനാഥനായ യാസിർ ഹാർബറുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നയാളാണ്. റിഹാനയും റിഫാനും വിദ്യാർത്ഥികളാണ്. മുത്തമകളായ റഷീനയെ കേരളത്തിലേക്കാണ് വിവാഹം കഴിച്ചയച്ചിട്ടുള്ളത്. ബലിപെരുന്നാളിന് റഷീന സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. നേരത്തെയും ഇതേ വീട്ടിൽ മതിലിടിഞ്ഞ് വീണിരുന്നു. അന്ന് ആളപായമൊന്നും ഉണ്ടായില്ല. 6 വർഷം മുൻപാണ് കുടുംബം വീടും സ്ഥലവും വിലയ്ക്ക് വാങ്ങിയത്. 1 വർഷം വീട് വാടകയ്ക്ക് നൽകിയിരുന്നു. 6 മാസം മുൻപാണ് ഇവർ ഇവിടെ താമസം തുടങ്ങിയത്. ഇതിനിടയിലാണ് അപകടത്തിൻ്റെ രൂപത്തിൽ മരണമെത്തിയത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർകോട്ട് പിടിയിലായ ഇബ്രാഹിം ഖലീൽ നിരവധി മാലമോഷണ കേസുകളിലെ പ്രതി. നെല്ലിക്കട്ട ചെന്നെടുക്ക സ്വദേശിയായ ഇയാൾ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നടന്ന 9 കേസുകളിൽ പ്രതിയാണെന്നാണ് തെളിഞ്ഞത്. ബൈക്കിലെത്തി നടന്നു പോകുന്ന സ്ത്രീകളുടെ മാല തട്ടിപ്പറിച്ച് കടന്നു കളയുന്നതാണ് ഇബ്രാഹിം ഖലീലിന്റെ രീതി. കഴിഞ്ഞ ദിവസമാണ് ഇബ്രാഹിം ഖലീലിനെ ബദിയടുക്ക പോലീസിന്റെ സഹായത്തോടെ ചെന്നെടുക്കയിൽ നിന്നും ഹൊസ്തുർഗ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അജാനൂർ ഇട്ടമ്മലിലെ സരോജിനിയുടെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത കേസിലാണ് ഇബ്രാഹിം ഖലീൽ അറസ്റ്റിലായത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത സമാനമായ 9ഓളം കേസുകളാണ് തെളിഞ്ഞത്. ഇതിൽ 4 കേസുകൾ ബദിയടുക്ക പോലീസ് സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്തത്. അർത്തിപ്പള്ള പെർള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സമീപം, എൻമകജി പഞ്ചായത്ത് ഓഫീസിന് സമീപം, നീർച്ചാൽ എന്നിവിടങ്ങളിലായിരുന്നു മാല തട്ടിപ്പറിച്ച സംഭവങ്ങൾ ഉണ്ടായത്. പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. ഇബ്രാഹിം ഖലീലിനെ ചോദ്യം ചെയ്തതിലൂടെ ഈ 4 സംഭവങ്ങളിലും തുമ്പുണ്ടായത് ബദിയടുക്ക പോലീസിന് ആശ്വാസമായി. വിദ്യാനഗർ, മേൽപ്പറമ്പ്, ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷനുകളിലാണ് ഇബ്രാഹിം ഖലീലിനെതിരെ മറ്റ് കേസുകളുള്ളത്. തട്ടിയെടുത്ത സ്വർണ്ണമാലകൾ സുള്ളിയിൽ വിൽപ്പന നടത്തിയതായും പ്രതി ഹൊസ്തുർഗ് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ ഇബ്രാഹിം ഖലീലിനെ ഹൊസ്തുർഗ് കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിവിധയിടങ്ങളിലെ സ്വർണ്ണമാലകൾ കവർന്നത് ഇബ്രാഹിം ഖലീലാണെന്ന് തെളിഞ്ഞതോടെ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പുകൾക്കും കസ്റ്റഡിയിൽ കിട്ടുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. മാല തട്ടിപ്പറിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നത് പതിവായതിനെ തുടർന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജില്ലയിലെ വിവിധ പ്രദേശങ്ങൾ ഭീതിയിലായിരുന്നു. പ്രതി പിടിയിലായത് പൊതുജനങ്ങൾക്കും ഒപ്പം പോലീസിനും ആശ്വാസമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പനിയോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ വയറിളക്കവും മഞ്ഞപ്പിത്തവും പടരുന്നു. 307 പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം വയറിളക്കത്തിന് ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയത്. ഈ വർഷത്തെ ആകെ വയറിളക്ക രോഗബാധിതരിലെ 1/3 ഈ മാസമാണ് റിപ്പോർട്ട് ചെയ്തത്. വയറിളക്കത്തിന് പുറമെ ജില്ലയിൽ ജലജന്യ രോഗങ്ങൾ വ്യാപകമായി പടരുകയാണ്.
മഞ്ഞപ്പനി, പകർച്ചപ്പനി, ഡെങ്കിപ്പനി എന്നിവ ബാധിക്കുന്നവരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ഇന്നലെ മാത്രം 4 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഈ മാസം 34 പേർക്ക് ഡെങ്കിപ്പനിയും ഈ വർഷം 6 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വകാര്യ ആയുർവേദ, ഹോമിയോ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം കൂടി കൂട്ടിയാൽ വിവിധ രോഗബാധിതരുടെ എണ്ണം കുത്തനെ ഉയരും. മലിനമായ ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് വയറിളക്കവും മഞ്ഞപ്പിത്തവും പടരുന്നത്. തിളപ്പിച്ചാറ്റിയ വെള്ളവും ശുദ്ധമായ ഭക്ഷണവും കഴിക്കുകയാണ് രോഗം തടയാനുള്ള പ്രധാന പ്രതിവിധി. ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക, ഈച്ചശല്യം കുറയ്ക്കുക, മലിനവസ്തുക്കൾ അലക്ഷ്യമായി കളയുന്നത് ഒഴിവാക്കുക, കിണർ, ശുദ്ധജല സ്രോതസ്സുകൾ എന്നിവ ക്ലോറിനേഷൻ ചെയ്യുക, വ്യക്തി ശുചിത്വം പാലിക്കുക, ശുചിമുറിയിൽ പോയ ശേഷം കൈകൾ സോപ്പിട്ട് കഴുകുക എന്നിവയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വയറിളക്കം ബാധിച്ചാൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങാ വെള്ളം എന്നിവ കുടിക്കുക. ORS ലായനിയും ഉപയോഗിക്കുക വഴി രോഗത്തെ പ്രതിരോധിക്കാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സമൂഹ ഒപ്പുശേഖരണം നടത്തി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സമൂഹ ഒപ്പുശേഖരണം നടത്തിയത് ശ്രദ്ധേയമായി. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികൾ, കൊച്ചുകുട്ടികൾ, ആ കുട്ടികളുടെ കൈകളിലേക്ക് ഈ മയക്കുമരുന്ന് പറയുന്ന ഈ ആപത്തായ, ഈ വിഷമായ ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നത് മുതിർന്ന ആളുകളാണ്. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഈ മുതിർന്ന ആളുകൾ അവർക്ക് വേണ്ടി, അവർ കാശുണ്ടാക്കുവാൻ വേണ്ടി നമ്മുടെ കുട്ടികളെ ചൂഷണം ചെയ്യുകയാണ്. ഇവിടെയാണ് നാട്ടിലെ എല്ലാ ആളുകളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളായി മാറുകയും അതുപോലെ തന്നെ സമൂഹത്തിന് വലിയ ആപത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യും. കാസർഗോഡ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഷാജി പട്ടേര അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ വീണ ഷെട്ടി, ഉമ, മധു മാസ്റ്റർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശശിധരൻ, സീനിയർ സിവിൽ പോലീസ് രാജ്കുമാർ, ജനമൈത്രി ബീറ്റ് ഓഫീസർ സന്തോഷ്, കൃപേഷ്, സോണിയ ചന്ദ്രൻ, പൊതുപ്രവർത്തകൻ KN വെങ്കിട്ടരമണ ഹൊള്ള എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ മേഖലയിലുള്ളവർ ഒപ്പുശേഖരണത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലഹരി എന്ന മഹാവിപത്തിനെതിരെ വേറിട്ട പ്രചാരണവുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പടന്ന MR വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ ഉണർത്തൽ സംഗീത നൃത്താവിഷ്കാരം നടത്തിയത്. ലഹരി ഉപയോഗത്തിലേക്ക് എത്തിക്കുന്ന ചതിക്കുഴികളെക്കുറിച്ച് 8ാം ക്ലാസ്സുകാരി VV ശ്രേയയും സംഘവും അവതരിപ്പിച്ച ബോധവൽക്കരണ സംഗീത നൃത്താവിഷ്കാരമാണ് ഏറെ ആകർഷകമായത്. സ്കൂളിൽ പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്താണ് ദിനാചരണം നടത്തിയത്. ലഹരിക്കെതിരെ അറബിക് പ്രസംഗം, ഗാനങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ലഹരി ഉപയോഗം തടയാനുള്ള വഴികളെക്കുറിച്ച് ചർച്ച നടത്താനും കുട്ടികൾക്ക് അവസരമുണ്ടായി. സ്കൂൾ പ്രധാനാധ്യാപകൻ MC ഷിഹാബ് ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാനും അവരെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടികളിലൂടെ കഴിഞ്ഞു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി P ഹരീന്ദ്രൻ, സീനിയർ അസിസ്റ്റന്റ് S മനോജ്, SRG കൺവീനർ K പ്രകാശ്, VK ശശികല, ഫെസ്റ്റിവൽ ഇൻചാർജ് പ്രീന അരവിന്ദൻ, ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ നഫീസ, അബ്ദുൽ സമദ് എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആചരിച്ചു. നീലേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ M ജിജിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തവും പിന്തുണയും ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് എക്സൈസ് അധികൃതരുടെ സഹകരണത്തോടെ സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തിയത്. ലഹരി വിരുദ്ധ റാലി, കുട്ടികളുടെ പാർലമെന്റ്, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നീലേശ്വരം എക്സൈസ് ഇൻസ്പെക്ടർ M ജിജിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് ഇത് പ്ലഷർ ഉണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്. പക്ഷേ ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഉത്പാദിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സ്പോർട്സ്, യോഗ, മറ്റ് മ്യൂസിയം തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയവരൊക്കെ കൈകാര്യം ചെയ്ത് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമിൻ നാച്ചുറലായി തന്നെ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ലഹരിയിലേക്ക് പോകുന്നത് തടയാനായി സാധിക്കും. സ്കൂൾ പ്രധാനാധ്യാപിക EK ബൈജ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് വിമുക്തി മെന്റർ P ഗോവിന്ദൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
എക്സൈസ് പ്രിവൻറ്റീവ് ഓഫീസർ കെ ഗോപി, സ്റ്റാഫ് സെക്രട്ടറി പി ഫൽഗുണൻ, കെ ഷൈനി, എൻ ശ്രീഷ്മ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിദ്യാരംഗം കലാസാഹിത്യവേദി കാസർഗോഡ് ഉപജില്ലാതല ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള ശില്പശാലയും സംഘടിപ്പിച്ചു. കോളിയടുക്കം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KV രാജേഷ് മാഷ് 10-ൽ പരം വാദ്യോപകരണങ്ങൾ ശില്പശാലയിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത് ഏറെ കൗതുകവും വിജ്ഞാനപ്രദവുമായി. വിദ്യാരംഗം ക്ലബിന്റെ ഉദ്ഘാടനം 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക രാജ് വാദ്യോപകരണങ്ങൾ വായിച്ചുകൊണ്ട് നിർവഹിച്ചു. അധ്യാപകർക്കുള്ള ശില്പശാല ചെമ്മനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാരംഗം ഉപജില്ലാ കോർഡിനേറ്റർ ഉണ്ണികൃഷ്ണൻ അണിഞ്ഞ പദ്ധതി വിശദീകരണവും GOP സ്കൂൾ കോളിയടുക്കം പ്രധാനാധ്യാപകൻ ഹരിദാസൻ സി സ്വാഗതവും പറഞ്ഞു. വാർഡ് മെമ്പർ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ശില്പശാലയ്ക്ക് ഡോക്ടർ KV രാജേഷും അധ്യാപകർക്കുള്ള ശില്പശാലയ്ക്ക് ഷെരീഫ് കുരിക്കളും നേതൃത്വം നൽകി. KV രാജേഷ് മാഷ് ചെണ്ടയും ചേങ്ങിലയും ഇലത്താളവും ശംഖും ഉൾപ്പെടെ 10-ൽ പരം വാദ്യോപകരണങ്ങൾ ശില്പശാലയിലൂടെ കാസർഗോഡ് ഉപജില്ലയിലെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത് ഏറെ കൗതുകവും വിജ്ഞാനപ്രദവുമായി. പ്രവീൺ മാഷിന്റെ നാടൻപാട്ടും പത്മനാഭൻ നീലേശ്വരത്തിന്റെ വാദ്യവായനയും കൂടെ മാഷിന്റെ മക്കളായ ദേവിക രാജും മകൻ മൊട്ടൂസും ചേർന്നപ്പോൾ മേളത്തിന്റെ അരങ്ങ് അവിസ്മരണീയമായി. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അഗസ്റ്റിൻ ബെർണാഡ്, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ശ്രീകുമാർ കാസർഗോഡ്, BPC കാസിം മാസ്റ്റർ, PTA പ്രസിഡന്റ് T ശശിധരൻ, മദർ PTA പ്രസിഡന്റ് പ്രസീജ കൊളാരം, RJ രാജൻ, സുകുമാരൻ കോളിയടുക്കം, നാരായണൻ T, അഹമ്മദ് ഹാജി കോളിയടുക്കം, സുബീഷ് കുമാർ വയലാങ്കുഴി, രാധക്കുട്ടി KP സിറാജുദ്ദീൻ വിദ്യാനഗർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നീലേശ്വരം പൂവാലംകൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രക്കുളത്തിന്റെ പ്രൗഢിയാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം. വിനീഷ് എന്ന യുവാവ് 1 വർഷമെടുത്ത് ഒറ്റയ്ക്കാണ് കുളം പടുത്തുയർത്തിയത്. 1 ലക്ഷം ചെങ്കൽ കല്ലുകളിൽ മനോഹര തീർത്ഥക്കുളം നിർമ്മിച്ച് ക്ഷേത്രത്തിന് കൈമാറിയിരിക്കുകയാണ് നീലേശ്വരം കാര്യംകൂട് ചാത്തമത്ത് സ്വദേശി 39 വയസ്സുകാരൻ VK വിനീഷ്. ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ വർഷം ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ യുവാവ്. കല്ല് ചെത്തി മിനുസപ്പെടുത്താൻ മാത്രമായിരുന്നു സഹായികൾ. കല്ലുപടുക്കാൻ സിമന്റോ ചാന്തോ ഉപയോഗിച്ചിട്ടില്ല എന്നതും പ്രത്യേകതയാണ്. 100ഓളം പടവുകളുണ്ട് തീർത്ഥക്കുളത്തിന്. 65 മീറ്റർ നീളം, 45 മീറ്റർ വീതി. കല്ലുകെട്ട് തൊഴിലാളിയായ വിനീഷ് ഒരു കുളം പടുത്തെടുക്കുന്നത് ഇതാദ്യം. സ്വയം ആർജിച്ച അറിവിൽ നിന്നാണ് ഈ യുവാവിന്റെ നിർമ്മാണം. ക്ഷേത്ര കമ്മിറ്റി വിശ്വസിച്ചേൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു തീർക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് വിനീഷ്. ശ്രീ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രത്തിലെ അമ്പലത്തിലെ ഭാരവാഹികളും കമ്മിറ്റിക്കാരും എന്നെ കഴിഞ്ഞ വർഷമല്ല അതിൻ്റെ മുമ്പത്തെ വർഷം പണി ഏൽപ്പിച്ചു. ഞാൻ ആ വിശ്വസ്തയോടെ ആ പണി പൂർത്തീകരിച്ചു. 1 വർഷം കൊണ്ട് ഏകദേശം 1 ലക്ഷത്തോളം കല്ല് ഇതിന് വേണ്ടി വന്നു. അതെല്ലാം ഈ നമ്മളെ കാസർഗോഡൻ കല്ലുകളാണ് ഉപയോഗിച്ചത്. പിന്നെ ഇതിന് വേണ്ടുന്ന പൈസ ഏകദേശം ക്ഷേത്ര കമ്മിറ്റി കണ്ടെത്തിയത് ഏകദേശം ഒരു 75 ലക്ഷത്തോളം പൈസ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം കാരണം ഇപ്പം കിണറുകളിലെല്ലാം വരൾച്ചയോ വെള്ളക്കുറവോ ഉണ്ടാകുന്നില്ല. വലിയ ഗുണമാണ് ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിൽ കുട്ടികളെല്ലാം കുളിക്കുന്നുണ്ട്, നീന്തൽ പഠിക്കുന്നുണ്ട്. ജനങ്ങളെ അഭിപ്രായം പൊതുവേ നല്ല ഈ പഴയ രീതിയിലായത് കൊണ്ട് എല്ലാവരും അഭിനന്ദിക്കുകയും അമ്പല കമ്മിറ്റിനെയും അഭിനന്ദിക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു കുളം നിർമ്മിക്കാൻ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഒരു കുളം നിർമ്മിച്ച അമ്പല കമ്മിറ്റിനെയും നാട്ടുകാർ അനുമോദിക്കുന്നുണ്ട്. 100-നടുത്ത് പടവുകളുള്ള കുളത്തിൽ ഇപ്പോൾ പകുതിയോളം വെള്ളമുണ്ട്. 75 ലക്ഷത്തോളം രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. കുളങ്ങൾ പടുത്തുയർത്താനായി നിരവധി അന്വേഷണങ്ങളാണ് ഇപ്പോൾ വിനീഷിനെ തേടിയെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ വായനാസന്ധ്യ സംഘടിപ്പിച്ചു. കോഡ്സ് ആൻഡ് പ്രോസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടന്നു. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വായനാസന്ധ്യയിൽ VR സദാനന്ദന്റെ കോഡ്സ് ആൻഡ് പ്രോസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ സുരേഷ് കോമത്ത് കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഉഷ എക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ഓർഗാനിക് ആൻഡ് പേഴ്സണൽ എന്നിവിടെ പറയുക മാത്രമല്ല, ആ പുസ്തകത്തിൽ അതിൻ്റെ അവസാന താളുകൾ ബാലകൃഷ്ണൻ മാസ്റ്റർ അങ്ങനെ എഴുതുകയും ചെയ്തു. ലാംഗ്വേജ് ഈസ് സംതിങ് ഓർഗാനിക് ആൻഡ് പേഴ്സണൽ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
ഞാൻ ഇപ്പോഴിവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞു വെച്ച മറ്റൊരു ഫ്രേസ് എന്നോ ഇഡിയമെന്നോ പറയാവുന്ന ഒരു സെന്റൻസ് ഓർക്കുകയാണ്. ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ബാലകൃഷ്ണൻ മാഷ് പറഞ്ഞത് പോലെ തന്നെ പുറത്ത് അങ്ങനെ പെയ്തു കൂട്ടുകയാണ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. ബാലകൃഷ്ണൻ ചെറുകള അധ്യക്ഷത വഹിച്ചു. വി പ്രഭാകരൻ, പി ദാമോദരൻ, രാധാകൃഷ്ണ ഉളിയത്തെടുക്ക, CL ഹമീദ്, പുഷ്പാകരൻ ബെണ്ടിച്ചാൽ, AS മുഹമ്മദ് കുഞ്ഞി, KV ഗോവിന്ദൻ, MA മുംതാസ്, ഗിരിധർ രാഘവൻ, അമീർ പള്ളിയാൻ, രവി ബന്തെടുക്ക എന്നിവർ സംസാരിച്ചു. KV കുമാരൻ, നാരായണൻ പേരിയ, PV രാജേന്ദ്രൻ, പ്രൊഫസർ K നരേന്ദ്രനാഥ്, പത്മനാഭൻ ബ്ലാത്തൂർ, C ശാന്താകുമാരി, KS ഗോപാലകൃഷ്ണൻ, ഡോക്ടർ വിനോദ് കുമാർ പെരുമ്പള, അഷ്റഫ് അലി ചേരങ്കൈ, ഡോക്ടർ അബ്ദുൾ സത്താർ, AA, KK രാജൻ, റഹ്മാൻ മുട്ടത്തൊടി, രവീന്ദ്രൻ പാടി, രാഘവൻ വെള്ളിപ്പാടി, കുട്ടിയാനം മുഹമ്മദ് കുഞ്ഞി, KH മുഹമ്മദ് നായന്മാർ മൂല, സ്കാനിയ ബദ്രിയ, KM മുഹമ്മദ്, കബീർ ടി, ഡോക്ടർ PK ജയരാജ്, K ബാലചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കെട്ടിട നമ്പർ ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുകയാണ് തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിൽപ്പെട്ട എളമ്പച്ചിയിലെ ബാലൻ MV. രേഖകളെല്ലാം കൃത്യമാക്കിയും നിയമാനുസൃതം പണിത കെട്ടിടത്തിനാണ് ഈ ദുർഗതി. നിർമ്മാണം പൂർത്തീകരിച്ച് 5 വർഷം പിന്നിടുമ്പോഴും കെട്ടിട നമ്പർ ലഭിക്കാതെ കാസർഗോഡ് സൗത്ത് തൃക്കരിപ്പൂർ വില്ലേജ് പരിധിയിൽപ്പെട്ട എളമ്പച്ചി ബാലൻ MVയുടെ കെട്ടിടം. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച കെട്ടിടം നമ്പർ ലഭിക്കാതെ ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. 2014 പെർമിഷൻ നേടി നിർമ്മാണം ആരംഭിച്ച കെട്ടിടം 2019 പൂർത്തീകരിക്കുന്നത്. തുടർന്ന് കെട്ടിട നമ്പർ അപേക്ഷിക്കുന്ന ഘട്ടത്തിൽ അയൽവാസി റെയിൽവേക്ക് പരാതി നൽകുകയായിരുന്നു. അതോടെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചു പണിത കെട്ടിടത്തിന് റെയിൽവേയുടെ ഇടപെടൽ മൂലം തടസ്സം നേരിട്ടു. പണി പൂർത്തിയാക്കിയ കെട്ടിടത്തിന് NOC അനുവദിക്കില്ലെന്ന റെയിൽവേയുടെ ചട്ടമാണ് തിരിച്ചടിയാകുന്നത്. റെയിൽവേ ഭൂമിയിൽ നിന്ന് നിയമപ്രകാരമുള്ള ദൂരം പാലിച്ചു തന്നെയാണ് കെട്ടിട നിർമ്മാണം. ഈ കെട്ടിടത്തിന്റെ ഇരുവശമുള്ള മറ്റ് കെട്ടിടങ്ങൾക്കും പഞ്ചായത്ത് നമ്പർ നൽകിയിട്ടുണ്ടെങ്കിലും ഈ കെട്ടിടത്തിന് മാത്രം നമ്പർ അനുവദിക്കുന്നില്ല. രേഖകളെല്ലാം കൃത്യമാക്കിയും നിയമാനുസൃതമായും പണിത കെട്ടിടത്തിലാണ് ഈ ദുർഗതി. ഉദ്യോഗസ്ഥ ചുവപ്പുനാടയിൽ കുടുങ്ങി കെട്ടിടത്തിന് നമ്പർ ലഭിക്കാത്ത സ്ഥിതിയാണ്. പഞ്ചായത്തിന് ബോധ്യമായാൽ കെട്ടിടം നമ്പർ അനുവദിക്കാമെന്നുള്ള മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പോലും അധികാരികൾ അവഗണിക്കുകയാണ്. ഏറെ പണം ചിലവാക്കി നിർമ്മിച്ച കെട്ടിടത്തിന് നമ്പർ പോലും ലഭിക്കാത്തത് മൂലം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് ഈ കുടുംബം. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഓർഡർ ഉണ്ടായിട്ടും നമ്പർ തരുന്നില്ല. ഇപ്പോൾ സൈറ്റ് കാണണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അളക്കാൻ വന്നിട്ട് കല്ല് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചു പോയി. പിന്നെ താലൂക്ക് സർവേനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ആ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. എനക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനൊരു വയസ്സായ മനുഷ്യനാണ്. അതിന് ഒരുപാട് ലോൺ കെട്ടാൻ വരെ ഇപ്പം പറ്റുന്നില്ല. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കാർഷിക സർവകലാശാലയുടെ വോർക്കാടി എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്ററിൽ ചെണ്ടുമല്ലിയുടെ ശാസ്ത്രീയ കൃഷി എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ട്രെയിനിംഗ് സെന്റർ മേധാവി ഡോക്ടർ ബാരിക്കാട് രമേശ് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കേരള കാർഷിക സർവകലാശാലയുടെ വോർക്കാടി എക്സ്റ്റൻഷൻ ട്രെയിനിംഗ് സെന്ററിൽ ചെണ്ടുമല്ലിയുടെ ശാസ്ത്രീയ കൃഷി എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ട്രെയിനിംഗ് സെന്റർ മേധാവി ഡോക്ടർ ബാരിക്കാട് രമേശ് ക്ലാസുകൾ കൈകാര്യം ചെയ്തു. വോർക്കാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുമുള്ള കുടുംബശ്രീ പ്രവർത്തകർ പരിശീലന പരിപാടിയുടെ ഭാഗമായി. ഓണമെത്തുമ്പോൾ അന്യനാടുകളിൽ നിന്ന് വരുന്ന പൂക്കളാണ് മാർക്കറ്റുകളിൽ സുലഭമായി കാണപ്പെടുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന പൂക്കളിൽ ഏറ്റവും ആകർഷകമായവയാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ. ഈ സാഹചര്യത്തിൽ ഓണക്കാലത്തെ മുന്നിൽ കണ്ട് ആരംഭിക്കുന്ന ചെണ്ടുമല്ലി കൃഷി സാമ്പത്തികമായി നല്ലൊരു നേട്ടം കൈവരിക്കാൻ തന്നെ കർഷകരെ സഹായിക്കും. കർഷകരും കുടുംബശ്രീ പ്രവർത്തകരും ഉൾപ്പെടെ 50ഓളം പേർ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്ഥാപക ദിനാചരണം. അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനം അജാനൂർ കടപ്പുറം റഹ്മാനിയ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദുൽ ഉലൂം മദ്രസ പരിസരത്ത് വ്യത്യസ്ത പരിപാടികളോടെ ആചരിച്ചു. ജമാഅത്ത് പ്രസിഡന്റ് A. ഹമീദ് ഹാജി പതാക ഉയർത്തി. ഖത്തീബ് അഷ്റഫ് ദാരിമി പ്രാർത്ഥന നിർവഹിച്ചു. സദർ മുഅല്ലിം ഹംസ മൗലവി സന്ദേശ പ്രഭാഷണം നടത്തി. SKSBV റേഞ്ച് ഖുർആൻ ടാലന്റ് ഷോയിൽ 2ാം സ്ഥാനം നേടിയ മുഹമ്മദ് ഫഹീമിന ജമാഅത്ത് സെക്രട്ടറി അബ്ബാസ് ഹാജി പാലായി ഉപഹാരം നൽകി. ജമാഅത്ത് ട്രഷറർ KM അഹമ്മദ്, സെക്രട്ടറിമാരായ CH മജീദ്, ജാഫർ, ഉസ്താദുമാരായ സിറാജുദ്ദീൻ ദാരിമി, ഷിഹാബുദ്ദീൻ ദാരിമി, സ്വാലിഹ് ദാരിമി, SK അബ്ദുള്ള, A. കുഞ്ഞബ്ദുള്ള,
KM ഷുക്കൂർ, P അബ്ദുറഹ്മാൻ, പാലക്കി കുഞ്ഞാമദ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം രാജപുരം ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് രാജപുരം ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോടോത്ത്, JCI ചുള്ളിക്കര, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവരുടെ സഹകരണത്തോടെ ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഒടയംചാൽ മുതൽ മാലക്കല്ല് വരെയാണ് യാത്ര നടത്തിയത്. ജില്ലാ പോലീസ് മേധാവി ബിജോയ് IPS ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. തീർച്ചയായും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെയും എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. ആ വാഗ്ദാനം നൽകിക്കൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഇതിനുവേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔപചാരികരുടെ പേരിൽ മാത്രം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രാജപുരം ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസർ ASI രാജേഷ് കുമാർ TV സ്വാഗതം പറഞ്ഞു. രാജപുരം SHO IP കൃഷ്ണൻ K കാളിദാസ് അധ്യക്ഷത വഹിച്ചു. കോടമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, ഡോക്ടർ അംബേദ്കർ GHSS കോടോത്ത് പ്രിൻസിപ്പൽ PM ബാബു, മനോജ് കുമാർ NK, ലിജോ T ജോർജ് എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് ചൈൽഡ് ഫ്രണ്ട്ലി ഓഫീസർ രതി CK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാഞ്ഞങ്ങാട് അമൃത കോളേജിൽ വായനാ ദിനം ആചരിച്ചു. മടിക്കൈ സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ദേവസ്യ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് അമൃത കോളേജിൽ വായനാ ദിനം ആചരിച്ചു. മടിക്കൈ സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ദേവസ്യ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ദിനമായിട്ട് ആഘോഷിക്കാണ്. ജൂലൈ 17 വരെയുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി നമ്മൾ ചെറിയൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. കാരണം അമൃത കോളേജ് എന്ന് പറയുമ്പോൾ ഒരു 100-150 കുട്ടികൾ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചടങ്ങാണ് നമ്മൾ സാധാരണ സംഘടിപ്പിക്കാറ്. പക്ഷെ ഇപ്പം നേരത്തെ അഡ്മിഷൻ വന്നുകൊണ്ട് നമുക്ക് നല്ല കുട്ടികൾ ആയതുകൊണ്ടാണ് ഈ ഒരു സംഘടിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴാണ് സംഘടിപ്പിക്കല്. ഏതായാലും നന്നായ രീതിയിൽ എല്ലാവരും വളരട്ടെ, വായനാശീലം വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോളേജ് പ്രിൻസിപ്പൽ നിഷ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ രവീന്ദ്രൻ മുങ്ങത്ത്, PRO അംബിക രവീന്ദ്രൻ, കസ്തൂരി, ജയശ്രീ, ജിഷ, സനിജ, ഷൈമ, ഏഞ്ചൽ വർഗീസ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥിനി ശില്പ സ്വാഗതവും ഡെസ്ന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വാഴ നട്ട് പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ. പടന്നക്കാട് ഓട്ടോ സ്റ്റാൻഡിലെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പടന്നക്കാട് ടൗണിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന 2 പ്രധാനപ്പെട്ട സർവീസ് റോഡുകൾ പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങളോളമായി. വിദ്യാർത്ഥികൾ, രോഗികൾ എന്നിവരടക്കം നിരവധി പേരുകൾ ദിവസേന കടന്നു പോകുന്ന സർവീസ് റോഡുകൾ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് ശക്തിയേറുകയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കാൻ വന്നിറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ പടന്നക്കാട് ടൗൺ. മാത്രമല്ല തൊട്ടടുത്ത് ഒരു മദ്രസ, പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന മദ്രസയുണ്ട്. നിത്യരോഗികളായ ഒരുപാട് ആളുകൾ ബസ്സിന് കാത്തു നിൽക്കുന്ന ഒരു സ്ഥലം. ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ മേഖലയിലേക്ക് ബസ്സിനും മറ്റുമായി ആശ്രയിക്കുന്ന ഒരു സ്ഥലം. അത്രയും കണ്ണായ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുന്നതായിട്ട് ഒരുപാട് അധികാരികളുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയതാണ്. പലതവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പടന്നക്കാട് ഓട്ടോ സ്റ്റാൻഡിലെ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി നടത്തിയത്. ഓട്ടോ തൊഴിലാളികൾ ചേർന്ന് വാഴ നട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. വിജയൻ, മുഹമ്മദ് കുഞ്ഞി, ബാലകൃഷ്ണൻ, അബ്ദുള്ള, ജലീൽ, പ്രകാശൻ, കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പടന്നക്കാട് ടൗണിൽ വെച്ച് നടത്തിയ പ്രതിഷേധ സംഗമത്തിൽ ബാബു മരക്കാപ്പ്, ഖാലിദ്, OV വേണു, രഘു, രതീഷ്, അനീഷ്, ഇർഷാദ്, ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിനടുത്ത് ഉള്ളാൾ മദനി നഗറിൽ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4 പേർക്ക് ദാരുണാന്ത്യം. പുലർച്ചെയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. കാസർഗോഡ് പിടിയിലായ ഇബ്രാഹിം ഖലീൽ നിരവധി മാലമോഷണ കേസുകളിലെ പ്രതി. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പനിയോടൊപ്പം കാസർഗോഡ് ജില്ലയിൽ വയറിളക്കവും മഞ്ഞപ്പിത്തവും പടരുന്നു. കഴിഞ്ഞ ദിവസം മാത്രം ചികിത്സ തേടിയെത്തിയത് 307 പേർ. പ്രൗഢിയുടെ നിറവിൽ കാസർഗോഡ് നീലേശ്വരം പൂവാലങ്കൈ ശാസ്തമംഗലത്തപ്പൻ ശിവക്ഷേത്രക്കുളം. വിനീഷ് എന്ന യുവാവ് ഒറ്റയ്ക്ക് കുളം നിർമ്മിച്ചത് 1 വർഷമെടുത്ത്.
ലോക ലഹരി വിരുദ്ധ ദിനാചരണം, ജില്ലയിലെങ്ങും വിവിധ പരിപാടികൾ. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വാഴ നട്ട് പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ. പടന്നക്കാട്ടാണ് വേറിട്ട പ്രതിഷേധമുണ്ടായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.